ദില്ലി മദ്യനയ അഴിമതി കേസ് അങ്ങനെ ഒന്നും അവസാനിപ്പിക്കാൻ BJP ഒരുക്കമല്ല. ഡൽഹിയിൽ ഇനി തിരിച്ചു വരാനുള്ള അവസരം AAPക്ക് മുന്നിൽ എന്നേക്കുമായി അടച്ചിട്ടാണ് മദ്യനയ അഴിമതി കേസ് BJP ശക്തമായ ആയുധമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 വർഷത്തിന് ശേഷം ഡൽഹി പിടിച്ച BJP ആം ആദ്മി പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോൽവിയോടെ സ്വസ്ഥമായി പ്രതിപക്ഷത്തിരിക്കാമെന്ന ചിന്ത നടക്കില്ലെന്നും വച്ചുപൊറുപ്പിക്കില്ലെന്നും BJP പ്രഖ്യാപിക്കുകയാണ്. ഡൽഹിയിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സുപ്രധാനമായ ചർച്ചാ വിഷയമായത് AAPയുടെ മദ്യനയ അഴിമതി കേസ് തന്നെയാണ്. മദ്യനയ അഴിമതിയെക്കുറിച്ചുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്തെത്തിയതോടെ BJPയുടെ മനസ്സിലിരിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. AAP തങ്ങൾക്കാവും വിധം പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും BJPയുടെ ഇരുമ്പ് മുഷ്ടിക്ക് മുന്നിൽ AAPയുടെ പ്രതിരോധങ്ങൾ അവസാനിക്കുകയാണ്. ബഹളത്തെ തുടർന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെ 12 ആം ആദ്മി പാർട്ടി MLA-മാരെ പുറത്താക്കിയാണ് BJP തന്നിഷ്ടം നടപ്പിലാക്കുന്നത്. പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ് ദില്ലി മദ്യനയ കേസ്. സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സഭയെ അഭിസംബോധന ചെയ്തു. എന്നാൽ BJP സർക്കാരിനെതിരെ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ആം ആദ്മി പാർട്ടി നിയമസഭാ അംഗങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്തി. പിന്നാലെയാണ് MLA-മാരെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്, സസ്പെൻഡ് ചെയ്തത്. ആ MLA-മാരെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് നിയമസഭാ പരിസരത്ത് കുത്തിയിരിപ്പ് സമരം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് BR അംബേദ്കറുടെ ചിത്രം നീക്കം ചെയ്തുകൊണ്ടാണ് BJP കലിപ്പ് തീർത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങി AAP ദില്ലിയിൽ നിലനിൽപ്പിനായി പോരാടുകയാണിപ്പോൾ. കെജ്രിവാൾ അടക്കം അടപടലം തോറ്റ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഡൽഹിയിൽ AAPയെ നയിക്കുന്നത് അതിഷിയാണ്. കെജ്രിവാളിനെ പോലെ തീവ്രമായി BJPയെ എതിർക്കാൻ പോന്ന വാക്ചാതുര്യമൊന്നും അതിഷിക്കില്ല. മുൻ മുഖ്യമന്ത്രി ആയിരുന്നു പോലും. BJP ഒന്നടങ്കം സഭയിൽ സംസാരിക്കാൻ എണീക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ പതറുന്ന അതിഷിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. സഭയിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന വിവാദങ്ങൾ തടഞ്ഞു നിർത്തുവാനോ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള മറുവാദങ്ങൾ ഉന്നയിക്കുവാനോ അതിഷിക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. ഏതായാലും കോൺഗ്രസിന്റെ പിന്തുണ സഭയ്ക്ക് പുറത്ത് AAP തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ 15 കൊല്ലത്തെ ഭരണം അവസാനിപ്പിച്ചാണ് അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർത്തി വിജയിച്ചത്. ഗുജറാത്തിലും ഹരിയാനയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മേൽ വിലപേശൽ നടത്തി അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഡൽഹിയിൽ അതേ നാണയത്തിൽ കോൺഗ്രസ് തിരിച്ചടിച്ചതോടെയാണ് സ്ഥിതിഗതികളെല്ലാം ഗുരുതരമായത്. AAPക്ക് നിലനിൽപ്പില്ലാത്തൊരു അവസ്ഥയിലെത്തിയത്. ഒടുവിൽ സഭയ്ക്കകത്ത് BJPയോട് മുട്ടാൻ സാധിക്കാതെ AAP പുറത്തുനിന്നുള്ള കോൺഗ്രസ് പിന്തുണ തേടുകയാണ്.